പക്ഷേ ഒരു തരത്തിലും സമരക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമന്ത്രി ഈ പ്രതിഷേധത്തെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ വീര്യം കുറയ്ക്കാനോ സർക്കാരിന് മുന്നിൽ എന്തെങ്കിലും ഫോർമുലകളുണ്ട്? ഇപ്പോൾ 3 മന്ത്രിമാർ ഇതിനോടകം തന്നെ രാജിവെച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്ന് സ്ഥിരീകരിക്കാത്തതാണെങ്കിലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട്. പൊതുജനമാകട്ടെ വലിയ തോതിൽ തെരുവിലിറങ്ങി എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിനൊരു സമവായത്തിന്റെ പാത എവിടെയെങ്കിലും തെളിയുമോ? സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഇത് ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്, ആരാണ് സമരത്തിൻ്റെ നേതൃത്വം എന്നറിയാത്തൊരവസ്ഥയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സമരത്തിന് ഒരു നേതൃത്വം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രതിപക്ഷമെങ്കിലും ഉണ്ടാകും. ഇതിൽ പ്രതിപക്ഷം പോലും ഈ സമരത്തിൻ്റെ പിന്നിലാണ്. ഈ സമരത്തിൻ്റെ മുന്നിൽ മുഴുവൻ ഇന്നലെ ജൻസിയായി തുടങ്ങി ഇന്ന് വലിയ ബഹുജന പ്രക്ഷോഭമായി മാറിയ ആളുകളാണ്, വലിയ ആൾക്കൂട്ടമാണ്, ജനസമുദ്രമാണ്, ജനസഹസ്രമാണ് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ആരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ പോലും സർക്കാരിന് എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി 20 പേർ മരിച്ചതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കാമെന്ന് ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പറയുന്നത്. ആ രൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതിൽ ആരെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടതെന്നോ എവിടെയാണ് ഈ സമരത്തിൻ്റെ നേതൃത്വമെന്നോ അറിയാത്ത രൂപത്തിലാണ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളോട് ഉരുത്തിരിഞ്ഞു വന്ന ആ രൂപത്തിൽ അഭിപ്രായ ഏകീകരണം ഉണ്ടായ ഒരു സമരമാണിത്. അതുകൊണ്ട് സമരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മുൻകാലങ്ങളിൽ വലിയ മുല്ലപ്പൂ വിപ്ലവമൊക്കെ കണ്ടതുപോലെ ആ സമരത്തിൻ്റെ ഒരു സ്വഭാവത്തെ ഒരു ഏകീകൃത സമരരൂപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിയന്ത്രിക്കുന്ന സമരമോ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന നിയന്ത്രിക്കുന്ന സമരമല്ല. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വികാരമായി മാറി ഓരോരുത്തരുടെ ഉള്ളിൽ ഉണർന്നു വന്ന വികാരമായി മാറിയ സമരമാണ്. നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട സമരരൂപമല്ലത്. അതുകൊണ്ട് നേപ്പാൾ സർക്കാരിന് എന്തായാലും ഈ സമരത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനം ഒന്നാകെ, പൊതുസമൂഹം ഒന്നാകെ നേപ്പാളിൽ സർക്കാരിനെതിരെ രംഗത്തുണ്ട്. ചെറുപ്പക്കാർ മാത്രമല്ല, സാധാരണ ഇന്നലെ നമ്മൾ കണ്ടിരുന്നത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിരുന്നു സമരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പാർലമെന്റ് മുന്നിൽ എല്ലാ വിഭാഗം ജനങ്ങളും ജനക്കൂട്ടമാണ്. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് ഇതിനെ ഒരു ജൻസി പ്രക്ഷോഭം എന്ന നിലയിലായിരുന്നു. അത് മാറി നേപ്പാളിലേതൊരു ജനകീയ പ്രക്ഷോഭമാണ് എന്ന് നമ്മൾ പറയേണ്ട സ്ഥിതിയായിട്ടുണ്ട്. തീർച്ചയായും ഒരു ജനകീയ പ്രക്ഷോഭമായി, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി, അഴിമതിയിൽ മുങ്ങിയ സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറുകയാണ് ഇത് ചെയ്തത്. നിമിഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ തുടങ്ങിയൊരു സമരം ആളുകളുടെ വികാരം മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾ, സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ, ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ല എന്നതിൽ തുടങ്ങിയ വികാരം, അത് സർക്കാരിനെതിരെ വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭമായി ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന വികാരം വളരെ പെട്ടെന്ന് ഒരു സമരമായി, പ്രക്ഷോഭമായി, പോരാട്ടമായി മാറുകയായിരുന്നു. അതിപ്പോൾ അക്രമാസക്തമാണ്. സർക്കാരിനല്ല, ഇതിപ്പോൾ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ GK ചോദിച്ചതുപോലെ ഇത് ആരോടാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് ആരോടാണ് എന്ന രൂപത്തിൽ ഇന്ന് സർക്കാരിനും അറിയില്ല, സമരക്കാർക്കും അറിയില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. പ്രതിപക്ഷം പോലും ഇവിടെ നോക്കി നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഈ സമരത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ രാജിവെക്കണമെന്നുള്ള അഭിപ്രായം മാത്രമാണ് പ്രതിപക്ഷം പോലും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കാഠ്മണ്ഡുവിൽ ഇന്ന് രാവിലെ കർഫ്യൂ പ്രഖ്യാപിക്കുമ്പോൾ സമരം ചെറിയ രൂപത്തിലായിരുന്നു. പക്ഷേ സമരം മാറി, സമരത്തിൻ്റെ സ്വഭാവം മാറി. കാഠ്മണ്ഡുവിലെ എല്ലാ മേഖലകളും, ഏതാണ്ട് ആ കാഠ്മണ്ഡു റിംഗ് റോഡിനോട് ചേർന്നുള്ള എല്ലാ മേഖലകളിലും. ഞാൻ ഒരു നിമിഷം പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഇന്നലെ തുടങ്ങിയ ജൻസി പ്രതിഷേധം സമ്പൂർണ്ണമായും ഒരു സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. ഇന്നലെ പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസാണ് രംഗത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സൈന്യത്തെ ഇറക്കി ഈ പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടി സർക്കാർ തയ്യാറെടുത്ത് നിൽക്കുന്നു. സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞും പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയ സാഹചര്യമാണ്. യുവതലമുറ മാത്രമല്ല, എല്ലാ തലമുറയും ഇപ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള നേപ്പാളിലെ ജനങ്ങളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട്. 3 മന്ത്രിമാർ ഇതിനോടകം തന്നെ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാനോ പ്രക്ഷോഭത്തെ നിർവീര്യമാക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിഷേധത്തിന് കാരണമായി നിന്നിരുന്നത് സമൂഹ മാധ്യമങ്ങളിന്മേൽ ഏർപ്പെടുത്തിയ നിരോധനമായിരുന്നു. ഈ നിരോധനം ന്യായീകരിക്കാവുന്നതല്ല എന്നും സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടപ്പോഴാണ് ഈ നിരോധനം വന്നത് എന്നതുമായിരുന്നു ചെറുപ്പക്കാർക്കിടയിലെ ധാരണ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഇപ്പോഴും സമ്പൂർണ്ണമായ സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭമായി നേപ്പാളിൽ മാറിയിരിക്കുന്നു. ഒരു ഭരണകൂടത്തെ ആകെ താഴെ ഇറക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ആ പാകത്തിലേക്ക് ഈ പ്രക്ഷോഭം മാറുകയാണ്. ഇന്നലെ വരെ പോലീസ് നിയന്ത്രിക്കാൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് സൈന്യം തന്നെ തെരുവിലിറങ്ങി പ്രക്ഷോഭകരെ നേരിടുന്ന സ്ഥിതിവിശേഷമാണ് കാഠ്മണ്ഡുവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നേപ്പാളിലെ പുതിയ സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.